ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ട്രൈ ചെയ്താലോ? അതിനായി 200 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ആഡ് ചെയ്ത് കൊടുത്ത് ഓരോ സൈഡും ഒരു 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. രണ്ട് സൈഡും ഇതുപോലെ 3 to 4 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പ്രോൺസിന് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി ഹാർഡായി പോകും. അതുകൊണ്ട് 3 to 4 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്താൽ മതിയാകും. രണ്ട് സൈഡും നന്നായി കുക്കായി കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് ഓയിൽ നന്നായി തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് അത് നന്നായി പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി അല്ലിയോളം നന്നായി സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു കളർ ചേഞ്ചൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്കൊരു 15ഓളം ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇളക്കി വഴറ്റി കൊടുക്കാം. കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. ഈ മുളക് പൊടി ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു പകുതി തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി അടച്ച് വെക്കാം. ഒരു 1 to 2 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ പ്രോൺസിലേക്ക് മസാലയെല്ലാം നന്നായി സെറ്റായി കിട്ടും. സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണേ. താങ്ക്